കേരളത്തിലെ സാധാരണക്കാരുടെ വയറ്റത്തടിച്ച് 10 രൂപയുടെ ഇ-ബസ് നിർത്താൻ നീക്കവുമായി ഗണേഷ് മന്ത്രി. കേരളത്തിലെ പൊതുഗതാഗത മേഖലയിൽ വൻ അഴിച്ചുപണിയുമായി ഗതാഗത മന്ത്രി എത്തുമെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് അഴിച്ചുപണിയെന്ന് നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ മനസ്സാ വാച വിചാരിച്ചു കാണില്ല. നമുക്കറിയാം, പടിയിറങ്ങിയ പഴയ മന്ത്രി ആന്റണി രാജു അദ്ദേഹം കേരളത്തെ സ്മാർട്ട് സിറ്റി ആക്കാനായിട്ട് പൊതുഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ ആധുനികമാക്കുന്നതിനായിട്ട് അദ്ദേഹം 104 കോടി രൂപ മുടക്കിയാണ് 113 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയത്. അന്ന് നമ്മുടെ പിണറായി സർക്കാർ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, ഡീസൽ വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കി നഗരത്തിൽ ഹരിത വാഹനങ്ങൾ ഇറക്കുകയാണ് ലക്ഷ്യമെന്ന്. ആ മുഖ്യമന്ത്രിയുടെ പക്കലാണ് ഇപ്പോൾ ഗണേഷ് മന്ത്രി എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 10 രൂപ നിരക്കിലോടുന്ന ബസ്സുകൾ നഷ്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ ഈ ബസ്സുകൾ നിർത്തലാക്കണമെന്ന്. ഇപ്പോൾ പുതിയ മന്ത്രി കയറിയതോടെയാണ് KSRTC വൈദ്യുതി ബസ്സുകൾ നഷ്ടത്തിലാണെന്ന കാര്യം പുറത്തുവരുന്നത്. പലപ്പോഴും കിട്ടുന്നതൊക്കെ തുച്ഛമായ ലാഭമാണെന്നൊക്കെ പറഞ്ഞാണ് സാധാരണക്കാരുടെ വയറ്റത്തടിച്ചുകൊണ്ട് ഈ 10 രൂപ വണ്ടി നിർത്തലാക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഈ വൈദ്യുതി ബസ്സിനെ കണ്ണും പൂട്ടി അദ്ദേഹം കുറ്റം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ, മിക്കവാറും ഒക്കെ വൈദ്യുതി ബസ്സിൽ കയറാൻ ആളില്ല. എന്നാൽ തിരുവനന്തപുരത്തെ സ്ഥിതി മറ്റൊന്നാണ് എന്നത് ഗണേഷ് മന്ത്രി വന്നു തന്നെ കാണണം. 10 രൂപ നിരക്കിലാണ് ഈ ബസ്സുകൾ ഓടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ള ബസ്സായി 10 രൂപ ബസ് മാറുന്നു. എന്നാൽ സർക്കാർ പറയുന്നത് 10 രൂപ ബസ് നഷ്ടത്തിലാണെന്ന്. 100 പേർക്ക് പോലും കയറാൻ ഈ ബസ്സിൽ സൗകര്യമില്ലെന്നും അങ്ങനെ നിരവധി പേര് കയറിയാൽ തന്നെ 10 രൂപ വെച്ച് എത്ര കിട്ടാനാണെന്നുമായിരുന്നു അദ്ദേഹം ചോദിക്കുന്നത്. ഇനി മറ്റൊന്ന്, പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നഷ്ടത്തിലോടുന്ന മുഴുവൻ റൂട്ടുകളും ഇനി മുതൽ റീഷെഡ്യൂൾ ചെയ്യുമെന്നാണ് മന്ത്രി പറയുന്നത്. വൈദ്യുതി ബസ്സിന് ദീർഘദൂര സർവീസ് ഇല്ല. ഈ ബസ്സിന്റെ വിലയാകട്ടെ 1 കോടി രൂപയ്ക്ക് അടുത്താണ്. ആ പണത്തിന് 4 ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നുമാണ് ഗണേഷ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. വൈദ്യുതി ബസ് എല്ലാവരുടെയും വയറ്റത്താണ് അടിച്ചിരിക്കുന്നത്. അതായത് ഓട്ടോറിക്ഷക്കാരുടെ വയറ്റത്തടിച്ചു. ഇനി വൈദ്യുതി ബസ്സുകൾ വാങ്ങുന്നതിനോടൊന്നും യോജിപ്പില്ല, അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, KSRTC ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കുന്നതിന് പദ്ധതി മനസ്സിലുണ്ടെന്നും അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുകയാണെന്നും ഗണേഷ് മന്ത്രി പറയുകയാണ്. അതനുസരിച്ച് ചില പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. അതിൽ ഉറപ്പ് പറയാറൊന്നും ആയിട്ടില്ല. ശമ്പളമൊക്കെ ഒരുമിച്ച് കൊടുക്കാനാകുമോ എന്നാണ് പരിശ്രമിക്കുന്നത്. അതിനൊരു നീക്കം നടത്തണമെന്നാണ് മുഖ്യമന്ത്രിയോട് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിലവൊക്കെ പരമാവധി കുറച്ചും വരവ് പരമാവധി കൂട്ടിക്കൊണ്ടു വന്നാൽ മാത്രമേ KSRTCയുടെ അക്കൗണ്ടിൽ പണം ഉണ്ടാകുകയുള്ളൂ എന്നും ഗണേഷ് മന്ത്രി പറഞ്ഞു വെക്കുന്നു. ചിലവ് കുറയ്ക്കുക എന്നത് പ്രധാനമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് KSRTCയുടെ അനാവശ്യ റൂട്ടുകളൊക്കെ നിർത്താനായി ഒരുങ്ങുന്നത്. റൂട്ടുകളെല്ലാം തന്നെ പരിഷ്കരിക്കാൻ പോകുന്നു. റൂട്ടുകൾ പരിഷ്കരിക്കുമ്പോൾ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാനാകും. ഓരോ ബസിന്റെയും കോസ്റ്റ് അക്കൗണ്ടിംഗ് നടത്തുമെന്ന് മന്ത്രി പറയുന്നു. വൈദ്യുതി ബസ്സിന് 1 കോടി രൂപയ്ക്ക് അടുത്താണ് വില. ആ പണത്തിന് 4 ഡീസൽ ബസ് വാങ്ങാമെന്നും വൈദ്യുതി ബസ് 10 രൂപ ടിക്കറ്റിന് മുൻപിൽ പോകുമ്പോൾ ഡീസൽ അടിക്കുന്ന KSRTC മറ്റൊരു നിരക്കിൽ പിന്നാലെയുണ്ട്. അതിന് പിന്നിൽ സ്വകാര്യ ബസ്സുകളുണ്ട്. വൈദ്യുതി ബസ് എല്ലാവരുടെയും വയറ്റത്തടിച്ചു. ഓട്ടോറിക്ഷക്കാരുടെയൊക്കെ വയറ്റത്തടിച്ചു. ഓട്ടോറിക്ഷക്കാരൊക്കെ തൊഴിലാളികളാണ്. ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ഇനി വൈദ്യുതി ബസ്സുകൾ വാങ്ങുന്നതിനോടൊന്നും യോജിപ്പില്ല, അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, ഇനി KSRTC ബസ് എവിടെയെന്ന് അറിയാനായിട്ട് ഒരു ആപ്പും കൊണ്ടുവരുന്നു. ബസ് എവിടെയാണെന്നറിയാൻ വേർ ഇസ് മൈ ട്രെയിൻ എന്ന മാതൃകയിൽ വേർ ഇസ് മൈ KSRTC എന്നൊരു ആപ്പാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ബസ്സുകളിൽ സ്ഥാപിച്ചിട്ടുള്ള GPS സേവനത്തെ ഏകോപിപ്പിക്കാൻ തിരുവനന്തപുരത്ത് KSRTCയുടെ കൺട്രോൾ റൂമും ആരംഭിക്കും. KSRTC പമ്പുകൾ ലാഭത്തിലാണ് പോകുന്നത്. എല്ലാ പമ്പുകളും പരിശോധിക്കാൻ ലീഗൽ മെട്രോളജി വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വിഫ്റ്റ് കമ്പനി ഇപ്പോൾ ലാഭത്തിലെന്നുമാണ് ഗണേഷ് കുമാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.